ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും വലിയൊരു വിവരക്കേട് കേട്ടിട്ടില്ല. പുതുതായി പാസിംഗ് ഔട്ട് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രളയം കഴിഞ്ഞ സ്ഥലങ്ങളിൽ ക്ലീനിങ്ങിന് നിയോഗിക്കുമെന്ന്. രമേശ് ചെന്നിത്തലയുടെ പരിപാടി. പക്ഷെ എന്തോടെ ഇവരെ ചെയ്യണ്ടേ? എന്തോ ഇയാളൊക്കെ പ്രശ്നം? ഇവരൊക്കെ ആര്? കഴിഞ്ഞ DYFI ഓടി നടന്ന് പണിയെടുത്തു. അന്ന് ഫോട്ടോഷൂട്ട് നടത്തിയവർ ക്രെഡിറ്റ് എടുക്കാൻ മറന്നില്ല. ഇന്ന് പൂർണ്ണമായും ക്രെഡിറ്റ് നിങ്ങൾക്ക് നൽകാം. ഏതെങ്കിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പണിയെടുക്കൂ. ഊത്തന്മാരും ഇല്ലല്ലേ പണിയെടുക്കാൻ? വെള്ളയും ഇട്ട് സ്റ്റേജിൽ കയറാനായിരുന്നേ ഇടിയായേനെ. വെരി ഗുഡ്. അവിടെ ആയിരുന്നു സഖാക്കളുടെ വിളയാട്ടമെന്ന്. അതെന്താ പാർട്ടിയിൽ ആരും ഇല്ലെന്ന്. KSU യൂത്ത് കോൺഗ്രസ് ജിണ്ടാവ എവിടെ എല്ലാവരും. അവർക്ക് അങ്ങനെ പരിപാടി ഇല്ല ഇപ്പോ. എവിടെ KSU? എന്ത് KSU? പോലീസിന് പണിയെടുത്താൽ പോരെ? എങ്കിൽ പിന്നെ മന്ത്രിമാരുടെ വീട്ടിലെ മീനും പച്ചക്കറിയും കൂടെ വാങ്ങാൻ ഉപയോഗിക്കും. എന്തിനാണ് പോലീസുകാരെ ആക്കുന്നത്? ഇതേ പാർട്ടിയിലെ പ്രവർത്തകരെല്ലാവരും ചെയ്യണമെന്നല്ലേ പറയേണ്ടത്. അല്ലാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതൊരിക്കലും ആ ജോലിയിൽ നിന്ന് മാറ്റി ക്ലീനിങ്ങിന് വിടാനുള്ള ഒരു പവറും അയാൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് അംഗീകരിക്കരുത്, അത് സമ്മതിക്കരുത്. പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് പോകരുത്. അത്ര ഞാൻ പറയത്തുള്ളൂ. പോലീസുകാരുടെ ഡ്യൂട്ടി ക്ലീനിങ് അല്ല, ഒരു പണിയല്ല. പോലീസിനകത്തു നിന്നാണ് പാസ് ഔട്ട് ആയേക്കുന്നതെങ്കിൽ പോലീസിന്റെ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യിക്കാൻ ഏത് മന്ത്രി പറഞ്ഞാലും സമ്മതിക്കരുത്. അത്രേ ഉള്ളൂ. ഈമാര് തീട്ട പരിപാടിക്കൊന്നും ഒരിക്കലും ആരും സമ്മതിക്കരുത്. തീർച്ചയായിട്ടും ഇതിനോട് യാതൊരുവിധ യോജിപ്പും ഇല്ല. പോലീസുകാർക്ക് ആവശ്യത്തിന് പോലീസിന്റെ പണികളുണ്ട്. പോലീസുകാരെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു ക്ലീനിങ് കമ്പനി ഉണ്ട് തിരുവല്ലയിലേക്ക്. ഇപ്പോൾ അത്യാവശ്യം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ക്ലീനിങ് വീട്ടിലൊക്കെ വെള്ളം കയറിയ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ക്ലീനിങ് കമ്പനികളിലേക്ക്. ഇവിടെ ക്ലീനിങ് കമ്പനികൾ ഒരുപാടുണ്ട്. എന്റെ ക്ലീനിങ് കമ്പനി ഉണ്ട് എനിക്ക്. servicepeople.home HOM.com അല്ല, തിരുവല്ലയിലുണ്ടത്. തിരുവല്ലക്കാർക്ക് ആർക്കും അങ്ങനത്തെ വല്ല ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിന് രമേശ് ചെന്നിത്തല പോലീസിനെ വിട്ടരുത്. ഞങ്ങളുടെ ബിസിനസിന് അത് ബാധിക്കും. മനസ്സിലായോ? നമ്മളവിടെ വളരെ പ്രൊഫഷണലായിട്ട് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നേ. അതെന്താ? അതുപോലെ പൈസ കിട്ടും എന്നുള്ള അതിനകത്ത് സ്ക്വയർ ഫീറ്റിന് അതിൻ്റെതായ കണക്ക് നോക്കിയൊക്കെ തന്നെ ചെയ്യുന്നത്. വലിയ വെട്ടലും പെടത്തിയൊന്നുമല്ല നമ്മളാരും ജീവിക്കുന്നത് ഇവിടെ. നല്ല രീതിയിൽ ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ആർക്കും അതിനകത്ത് ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ആകെ ഒരിടത്തെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ആർക്കും അല്ല, ഒരാൾക്ക് പരാതി ഉണ്ടായിട്ടില്ല. ആദ്യം ആയില്ല, തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പൊ താണ്ട് വന്നേക്കോ പോലീസുകാരെ കൊണ്ട് ക്ലീനിങ് ജോബും കൊണ്ട് എടുത്തോണ്ട് പോടെ. ചുമ്മാ കൂറ പരിപാടി അവതരിപ്പിക്കാതെ. പോലീസുകാർ ക്ലീനിങ് ജോബിന് പറ്റിയ ആൾക്കാരാണ് എങ്ങനെയാണ് രമേശ് ചെന്നിത്തല മനസ്സിലാക്കിയെന്ന് എനിക്കറിയുന്നില്ല. അവരങ്ങനെ ഉണ്ടാകുന്ന ഇതുപോലെ ക്ലീനിങ് കമ്പനി തുടങ്ങി ക്ലീനിങ്ങിന് പോകത്തില്ലാന്നോ? എന്തിനാ ഈ പണിക്ക് വന്നത്? അയ്യേ, വൃത്തികെട്ട പരിപാടി കാണിക്കരുത് കേട്ടോ. തെണ്ടിത്തരം ഇത്, മഹാതെണ്ടിത്തരം. തെണ്ടിത്തരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റബിളാണോ? എന്നാ വേണ്ട. മോശപ്പെട്ട കാര്യമാണ്. അതിനല്ലല്ലോ അവർ ആ പരിപാടിക്ക് ഇറങ്ങിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവരുടെ ക്ലീനിങ്ങിന് അവർ സ്വയമേ പോയിക്കോളും. അങ്ങനെ സ്വമേധയാ പോകുന്നവരുണ്ടെ പോട്ടെ. അല്ലാതെ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് അതിന്റെ മേധാവി ആയിരിക്കുന്ന ഒരാൾ നിർബന്ധിക്കാൻ പാടില്ല. ഇതിന് നിർബന്ധമുണ്ട് ഇതിനകത്ത്. പോലീസ് വിടുമെന്ന്. അതെങ്ങനെ ഇയാളായി അങ്ങനത്തെ തീരുമാനം എടുക്കാറായിട്ടൊന്നുമില്ല. അതല്ല ഈ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പണി. ആ വകുപ്പിൽ അല്ലെങ്കിൽ പോലീസെന്നോ ആഭ്യന്തരമെന്നോ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ പെട്ടുന്ന ജോലികൾ കൃത്യമായി ചെയ്യിച്ചാൽ മതി. അല്ലാതെ അതിന് അപ്പുറത്തോട്ട് ഇറങ്ങി ക്ലീനിങ്ങിന് വിടുക, തുണിയലക്കാൻ വിടുക, പട്ടിയെ കുളിപ്പിക്കാൻ വിടുക. ഇതെന്തോന്ന് മാൻ പവർ സപ്ലൈ കമ്പനിയോ? രമേശ് ചെന്നിത്തല എന്ത് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ പ്രശ്നം, നിങ്ങൾ ഒരു 2.5 വർഷം കൂടെ കഴിയുമ്പോൾ ഇറങ്ങാവോ ഇവിടെ നിന്ന്? പോകാവോ? പോയി തരാവോ? ഈ നാട്ടിൽ നിന്ന് പോകാവോ എങ്ങോട്ടേലും? ഇത്ര നാളില്ലാന്ന് ഇവിടെ ഒരുത്തനെ കാണാനില്ലാന്ന്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ട് എങ്ങാണ്ട് കുറച്ച് വോട്ട് കിട്ടി ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ വലിയ മെച്ചപ്പെട്ട ആൾക്കാരായതുകൊണ്ടൊന്നും ജയിച്ചൊന്നുമല്ല ഇവരാരും. മനസ്സിലല്ലേ? BJPക്ക് 2 സീറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി BJP അടുത്ത പ്രാവശ്യം ഇല്ല. കാരണം ഇവരെല്ലാം കൂടെ ഭരിച്ച് ഇപ്പൊ തന്നെ പിണറായി വിജയൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ അല്ലേ? ആഭ്യന്തര വകുപ്പ് എങ്ങനെ ഉണ്ടാകുന്നു? പോലീസിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുവാന്നോ? ഇമാര് തീട്ട കേസാണോ കളിച്ചോണ്ടിരുന്നത്? ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഊളത്തിലൊക്കെ ആരും ചെയ്യൂ. ഇപ്പോഴാണ് ആൾക്കാർക്ക് ഇനി പിണറായി വിജയൻ സ്റ്റാറാ നോക്കിയോ? ആകെ കുറച്ച് ദിവസമായുള്ളൂ കയറിയിട്ട്. അതിനിപ്പുറം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി എന്തൊരു നല്ല മനുഷ്യനാണ് പിണറായി. അടക്ക് പുറത്തുനിന്നും കുറച്ച് ദാഷ്ട്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അഡ്മിനിസ്ട്രേഷനൊക്കെ പറ്റിയ ആളാ. ഞാൻ അന്നും പറയും, കമാൻഡിംഗ് പവറും ഇതിന്റെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അല്ലാതെ ഇങ്ങനത്തെ പൂക്കിത്തരമൊന്നും കാണിച്ചാൽ ഒന്നും അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാനേജ് ചെയ്യാനൊന്നും വരത്തില്ല. എല്ലാം അത് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഇത് ആർക്കും ഇല്ല. പക്ഷേ ചിലർക്ക് നാച്ചുറലി ഉള്ള ഒരു സാധനമാണ് ഈ പിണറായി വിജയൻ ഉള്ളത്. അയാൾക്കൊരു കമാൻഡിംഗ് പവർ ഉണ്ട്. അയാൾ പറഞ്ഞ ആളുകൾ കേൾക്കും. ഇന്ന് താഴെയുള്ളവർ അത് അനുസരിക്കുകയും ചെയ്യണം. അല്ല പിന്നെ എന്തോ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. എന്നിട്ട് പോലീസുകാരെ തൂക്കാനും തുടയ്ക്കാനും വിടാന്നൊക്കെ പറഞ്ഞാൽ എന്ത് കാര്യത്തിനാ? അതിനൊക്കെ വേറെ ആരും ഇല്ല ഈ കേരളത്തിൽ. ആകെ എല്ലാം കൂടെ രമേശ് ചെന്നിത്തല ഏറ്റെടുത്തേക്കുവാണ് ഇവിടുത്തെ പരിപാടി. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്ര മാത്രം എന്റെ നാട് നീളെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടി പരിപാടി ധരിപ്പിക്കുന്നതിന് അത് പോലീസുകാർ ചെയ്യേണ്ട പണിയല്ലേ? അതിനകത്ത് ഇവരെല്ലാം പിടിച്ചിട്ട് പൊതുദർശനത്തിന് വെക്കേണ്ട കാര്യം എന്തുവാ? മീഡിയ കൂടെ ഓൾറെഡി നല്ലപോലെ പറയുന്നുണ്ട് തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പാവപ്പെട്ട പിള്ളേരെല്ലാം പിടിച്ചിട്ട് അവരുടെ എല്ലാം വീഡിയോയും ഫോട്ടോയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മനുഷ്യത്വരഹിതമായ പരിപാടി, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒരുപാട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചിലരെ പിടിച്ചവർ ചിലർ അതല്ലാഞ്ഞിട്ട് പോലും അവരുടെ പടവും വെച്ച് പ്രചരിപ്പിച്ച് നാട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇമാരി ഊളത്തിലൊക്കെ നിർത്താൻ നോക്ക്. അല്ലാതെ വെള്ളം പൊങ്ങെടുത്ത് ക്ലീനിങ്ങിനും എടേ ഇന്ന പിന്നെ ആഴം കൂട്ടാനൊക്കെ വിടും പോലീസിനൊക്കെ. അതാണ് അടുത്ത ഇനി ഒരിക്കലും ഒരു പ്രളയം വന്നാൽ പ്രളയം വരത്തില്ല. പ്രളയം എന്ന് പറഞ്ഞ രീതി വരത്തില്ല. അത് അതുവഴി ഒഴുകി പൊക്കോളൂ. ഇനി കുറച്ച് ഡെപ്ത് വേണം. അത് കുഴിക്കാൻ എന്ന വലിയ ഏർപ്പാട് നടത്തും. അല്ലാതെ വീടുകൾ ക്ലീൻ ചെയ്യാൻ പോലീസിന് വിടാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രതിഷേധിക്കുന്നു. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒറ്റ പോലീസുകാർ പോകരുത്. എവിടെയെങ്കിലും പോലീസുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തടയും, ഉറപ്പായിട്ടും തടയും. ഈ പരിപാടി നടക്കത്തില്ല, അത് ശരിയല്ല. അത് എന്റെ കൺമുന്നിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ആ പരിപാടി ഞാൻ തടയും.
കാരണം അത് പോലീസിന് പണിയല്ല. അത് നാട്ടുകാർ ശ്രദ്ധിച്ചോണം. ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ മക്കളെ നാളെ ഇതുപോലെ എന്തെങ്കിലും ജോലിക്കൊക്കെ വിട്ട് കഴിയുമ്പോൾ ഇതുപോലുള്ള മന്ത്രിമാർ വന്നിരുന്നിട്ട് അവരെ വേറെ എന്തെങ്കിലും പണിക്ക് വിടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അതിന് പറ്റിയ ആൾക്കാരെ ഉണ്ടാക്കും. ഇനി മുതൽ ക്ലീനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അണ്ടറിൽ ക്ലീനിങ് കൂടെ കൊടുക്കും. അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത്. ഒരു 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 മനുഷ്യൻ പോലീസുകാരൻ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി ഒക്കെ വേണ്ടത്? ഫിസിക്കല്, മെന്റല്, എഡ്യൂക്കേഷണല്, ഓടിയും ചാടിയും നെഞ്ചിൻ്റെ അളവും തൊടയുടെ അളവും കുണ്ടിയുടെ അളവും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അവനിന്ന് പോലീസിൽ കയറി ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് പോലീസ് ജോലി ചെയ്യാന്ന് ഇത് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി പറയുക ക്ലീനിങ്ങിന് പൊക്കോളെ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പണി വേണ്ടി വരും? ഓട ക്ലീനിങ് എല്ലാം നടക്കാൻ പോകില്ല. ഇതൊക്കെ ഇനി പോലീസുകാർ ചെയ്യണം. അതും പാസ് ഔട്ട് ആയ ഉടനെ ഇതാണോ കൊടുക്കുന്നത്? നല്ല പരിപാടിയാണ് കേട്ടോ. ഇത് ഈ മേലാൽ ഇനി ഇങ്ങനത്തെ വർത്താനം പറയരുത്. വൃത്തികേടാണ് പറഞ്ഞേക്കുന്നത്, തെണ്ടിത്തരമായി കാണിക്കുന്നത്. മോശം അത്. അങ്ങനെയല്ല അത് വേണ്ടത്. നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പാസ്സായി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു ജോലിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിക്കുമോ? നിങ്ങളൊക്കെ ചെയ്യിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ കീഴ്വഴക്കങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനാണെങ്കിൽ ചെയ്യത്തില്ല, ചെയ്യിക്കാനോട്ട് പോകുന്നില്ല. ചെയ്യരുത്. അന്തസ്സുള്ളവന്മാരും അഭിമാനമുള്ളവരും ചെയ്യരുത്. അതിനല്ല നിങ്ങളവിടെ പോയി. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ആ തൊഴിലിന് മോശമാണെന്ന് ഞാൻ പറയത്തില്ല. ക്ലീനിങ് ഒരു വളരെ നല്ല കാര്യമാണ്. ക്ലീൻ ആയിരിക്കണം, എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് ഈ വെള്ളം കയറുക മാത്രമല്ല ക്ലീൻ ആക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് കമ്പനി തുടങ്ങിയത്. എനിക്ക് ക്ലീനിങ് കമ്പനി ഉണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര അന്തസ്സുള്ള ജോബ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുക, എൻ്റെ മുറിയാണല്ലോ ഞാൻ നല്ല വൃത്തിക്കൊക്കെ എപ്പോഴും വെക്കുന്നത്. അതിന് പോലീസിൽ ചേർന്നില്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും. അത് അവരവരുടെ വീട്ടുകാരെ തന്നെ കൂടുതൽ ചെയ്തോളും. അവരൊക്കെ തന്നെ ചെയ്യണം. അതൊരു മോശപ്പെട്ട കാര്യമോ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. നല്ലൊരു ജോബാണ്, നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് പോലീസല്ല ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? പോലീസല്ല. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരിക്കും, പക്ഷേ പോലീസിനെ കൊണ്ട് വേറൊരു പണി ചെയ്യിക്കാനുള്ള മന്ത്രി അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് എവിടെ കണ്ടാലും തടയണം. അത് ഡിവൈഎഫ്ഐക്ക് വേണം തടയാം. KSFI ഒന്നും അല്ല, മറ്റേ എന്താണ് യൂത്ത് കോൺഗ്രസ് ഒന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ മറ്റേത് പാർട്ടിക്കാർ ഇത് കണ്ടാലും ഇതിന് പ്രതിഷേധിക്കണം. ആ ജോലി ചെയ്യാൻ പോലീസുകാരെ അനുവദിക്കരുത്. കാരണം അത് അവരുടെ പണിയല്ല. അവർ അതിന് ട്രെയിനിങ് കിട്ടിയേക്കുന്ന ആളുകളുമല്ല. അവരൊക്കെ ക്ലീനിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്ലീനിങ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ക്ലീനിങ്ങിന് ഒരാളെ വിടുന്നത്? അല്ല, അതൊരു പ്രൊഫഷണൽ രീതിയിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ക്ലീനിങ്ങിന് സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ വീട് ക്ലീൻ ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക. അത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ പോയി ക്ലീൻ ചെയ്യുന്നതും. അതിന് അങ്ങനെ സർട്ടിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുവാണ്, എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്. എനിക്കുണ്ട് എക്സ്പീരിയൻസ് ക്ലീൻ ചെയ്ത്. അതേപോലെ എല്ലാവർക്കും ഉണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളം കയറി ക്ലീൻ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും അധികം പേർക്ക് ഉണ്ടാകില്ല. പക്ഷേ പ്രൊഫഷണലി ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൊഴിൽ കുറച്ച് നാളായിട്ട് ചെയ്യുന്നവർക്ക് ഇവരെക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ക്ലീനിങ് കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുവല്ലയിലൊക്കെ നോക്കുക. എന്തിനും ആവശ്യമുണ്ട് മെസ്സേജ് അയക്കുക. ക്ലീനിങ് കമ്പനി ഉണ്ട്, അതോർത്ത് പേടിക്കേണ്ട. ഭയങ്കര ഭീമമായ റേറ്റ് ഇട്ടൊന്നും ഞാൻ അങ്ങനെ ആരെയും ചൂഷണം ചെയ്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമിതമായ പണം സമ്പാദിക്കാനുള്ള ഒരു ത്വരയൊന്നും എനിക്കില്ല. ത്വരയാണോ അത് പൂതിയാണോ എന്നൊന്നും എനിക്കറിയാം. എന്നാൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഡീസൻ്റായ റേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്ക് 1-2 ജോബ് കിട്ടിയിട്ടുണ്ട് അവിടെ. വെള്ളം കയറിയ വീടുകൾ തന്നെയാണ്. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ കമ്പനി ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് പോലീസുകാരെങ്ങനെ ആ വഴിക്ക് ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞേക്കാം. അത് പോലീസാണെന്ന് ഞാൻ നോക്കത്തില്ല, കടക്ക് പുറത്തെന്ന് പറയും.